ഇതാണ് സന്തോഷേട്ടൻ. മൾട്ടിമീറ്റർ ചെയ്തിട്ട് സന്തോഷേട്ടൻ ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചാർജ് കുറവാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ചാർജ് റെഡി ആയിക്കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയണത്. നടക്കുമായിരിക്കും, ശുഭപ്രതീക്ഷകളാണല്ലോ എല്ലാം. അപ്പോൾ അതേ സന്തോഷേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിമാലയനാണിത്. ഈ വണ്ടിക്കും എന്തോ ഇഞ്ചക്ടറോ ഫ്യൂൽ പമ്പ് എന്തോ എന്തായിരുന്നു കംപ്ലൈൻറ്റ്? ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചാർജ് നമ്മുടെ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സന്തോഷേട്ടൻ പോകുന്നുണ്ട്. ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ സാധനം റെഡി ആയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ബാറ്ററി മാറണമെങ്കിലും വിഷയമില്ല. ഓൺ ദ സ്പോട്ടിൽ ഞാൻ റൈഡ് കണ്ടിന്യൂ ചെയ്യണേ, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവാ, പരിപാടി ഇറങ്ങി. വന്നു ഗൈസ്, വന്നു. കഴിവ് തന്നെ. ആ എത്രയായാലും വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓ അൽഹംദുലില്ലാ, സന്തോഷേട്ടാ യു ആർ ദ സേവിയർ. സന്തോഷേട്ടൻ്റെ കട ഓർത്ത് വെച്ചു. അടിമാലിൽ എന്ത് വിഷയം വന്നാലും നീ ഇങ്ങോട്ട് പോരുക, ലൈബ്രറികളിലേക്ക് പോരുക. ഭാഗ്യം ഉണ്ടെങ്കിൽ ഞായറാഴ്ച സന്തോഷേട്ടൻ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഭാഗ്യമില്ല എന്ന് വിചാരിക്കുക അല്ലേ? സന്തോഷേട്ടൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഷോപ്പിലോട്ട് ബാറ്റ് എടുക്കാൻ പോണ പോക്കാണത്. പുള്ളി വണ്ടി ഓടിക്കുന്നു, ഞാൻ പുറകിലിരിക്കുന്നു. ഇങ്ങിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടാനെ. നീ റൈഡും മുങ്ങിയാനെ, റൈറ്റ് കല്ലാർ ആക്കേണ്ടി വന്നാലും. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റെഡി ആയി കഴിഞ്ഞ് ആ ബാറ്ററിയും വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ കൊടൈക്കനാല് എന്നുള്ള രീതിയിൽ തന്നെ പോകാനുള്ള മൂഡിലാണ് ഞാനിപ്പോ നിക്കണേ. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് തേനി വഴി കയറി പോകുന്നിടത്ത് ആന ഉണ്ടാവുന്ന റൂട്ടാണ്. അപ്പൊ ഈ ആന ഇറങ്ങണ ഒരു സമയത്തിനുള്ളിൽ ഒരു 5 മണി ഒരു 6 മണിക്കുള്ളിൽ എനിക്ക് ഇത് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പെടും. സമയം 1:45, 1:50. അടിമാലി ടൗൺ ആട്ടേ കാണണേ. അടിമാലി ടൗണിൽ നിന്ന് കല്ലാറിലേക്കല്ലേ, ആ കല്ലാർ റൂട്ട് പോണ വഴിയാണ് കാണുന്നത്. അപ്പൊ ചേട്ടന്റെ വർക്ക്ഷോപ്പ് ഉള്ളത് നമ്മുടെ ഇവിടെയാണ്, വായനശാല ലൈബ്രറി റോഡിലാണ് അടിമാലിയിൽ. ഇപ്പൊ ബാറ്ററിയുടെ കടയിലെത്തി, ബാറ്ററി മാറ്റാം. ആരെങ്കിലും ഞായറാഴ്ച ദിവസം കൂട്ടിക്കിടന്നത് കട തുറപ്പിച്ച് ബാറ്ററി ഇടിപ്പിച്ചണ്ട. ദേ സന്തോഷേട്ടനെ കൊണ്ട് പുള്ളിയുടെ ഫ്രണ്ടിനെയും കൊണ്ട് പരിപാടി ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിമാലിക്കാർ എല്ലാം പൊളിയാണെന്നുള്ള തെളിവുകളാണിത് കാണുന്നത്. ചേട്ടൻ്റെ പേരെന്താ? ബെന്നി ചേട്ടൻ്റെ കടയുണ്ടത്. ഞാൻ കളമശ്ശേരി, എറണാകുളം. അതെ, ജാസ് ഇട്ടാ മതി. ആ ജാസ്നാണ് ശരിക്കും പേര്, ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞതാ. വാറണ്ടി കാർഡ്. പുതിയ ബാറ്ററി വെച്ചു. ഈ വണ്ടി പൊളിയാവും. ആ വണ്ടി സ്റ്റാർട്ടായി. സന്തോഷേട്ടൻ്റെ ഹീറോ വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. ഓൾ താങ്ക്സ് ടു സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ ഇല്ലെങ്കിൽ ഇവിടെ വണ്ടി നടക്കൂല, ഒന്നും നടക്കൂല. ആദ്യം ഒന്ന് പേടിച്ച് പമ്പായിരിക്കും എന്നൊക്കെ. സന്തോഷേട്ടൻ എൻ്റെ അടുത്ത് 200 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും പണി ചെയ്തിട്ട് ഞായറാഴ്ച ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന് വലിയ ഉപകാരമുണ്ട്. ഇങ്ങനെ എത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും ഇങ്ങനെ 200 രൂപ പോലും വാങ്ങിച്ചുള്ളൂ. ഇപ്പം ഇനി സീറ്റ് വെക്കണം, വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പം റൈഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഇത് ഞാൻ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വ്ലോഗ് എൻ്റെ നശിഞ്ഞു പോകും. ഇപ്പോൾ
സോ ഗൈസ്, നമ്മുടെ ബൈക്ക് റെഡിയാക്കി എത്തുന്നുണ്ട്. ആശാന്തി അവിടെ വെക്കുന്നു. സന്തോഷ് ആശാന്റെ നമ്പറും ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ആശാൻ എല്ലാ വണ്ടിയും പണി കിട്ടാ. ഹിമാലയൻ, ബുള്ളറ്റ്, പാറോൾ 5 ആയാലും ഇതൊന്നും വിഷയമല്ല, എല്ലാ വണ്ടിയും എടുക്കും. ഇപ്പൊ ഞായറാഴ്ച ആയാലും ചില ദിവസങ്ങളിൽ മോസ്റ്റ്ലി ആശാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ അടിമാലി ഏരിയയിൽ തന്നെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് ബാറ്ററി മൊത്തം പോയിട്ട്, ട്രെയിനായി പോയിട്ട് പുതിയ ബാറ്ററി തുറക്കാത്ത കട തുറപ്പിച്ചു തന്ന ആശാനാണ്. അപ്പൊ നന്ദിയുണ്ട്. ഇനി വരുമ്പോ എന്തായാലും കാണാം. ഓക്കെ. ഓൾമോസ്റ്റ് 193 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി കൊടൈക്കനാലിലേക്ക്. അവിടെ നിന്ന് പൂണ്ടി എത്തണം. പൂണ്ടിയും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോ 5 മണിക്കൂറാണ്, 5.25 മണിക്കൂറാണ് കാണിക്കണ ടൈമിങ്. അതിനുള്ളിൽ ഒഴിച്ചെത്തണം. ആനയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എത്തണം. അപ്പൊ സന്തോഷേട്ടാ, ബൈ. റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ റൈഡ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ്. നമ്മള് വീണ്ടും അടിമാലി മൂന്നാർ റൂട്ടിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. സോ അടിമാലി മൂന്നാർ റൂട്ട് കേട്ടാ. ഈ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ ആ മല കണ്ടോ, എന്ത് ഭംഗിയാൽ. ചെറുതായിട്ട് നമ്മള് ഹോളിവുഡ് മൂവീസിൽ കാണില്ലേ, വ്യൂ പോയിന്റ് എത്തിയുണ്ട്. ചെറിയൊരു വ്യൂ മാത്രം കാണിച്ചുതരാം. ഇവിടുന്ന് ആ ലെഫ്റ്റ് അവിടെ കാണില്ലേ, അവിടെ ഒരു ബിൽഡിംഗ് ആണല്ലേ, ആ മലനിരയുടെ അപ്പുറത്ത്, ആ തേയിലത്തോട്ടത്തിന്റെ അപ്പുറം. അതാണെന്ന് തോന്നുന്നു ചാണ്ടീസ് ഹിൽസ്, ചാണ്ടീസ് റിസോർട്ട്സ് എന്ന് പറയില്ലേ, നമ്മളെ കെട്ടിയോളാണ് എന്റെ മാലാഖിനെ കാണുന്നത്. അതാണോ ഇതാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതായാലും നമ്മളെ ആനച്ചാൽ റൂട്ടില്ലേ, ഇറങ്ങി വരുമ്പോഴാണ് ചാണ്ടീസ് സൂട്ട്സ് എടുക്കണേ. ആ കെട്ടിയോളാണ് എന്റെ മാലാഖിയില് ഇവര് ഹണിമൂൺ പോയില്ലേ, ആ പാറ കണ്ടോ, ആ ഭാഗത്ത് എവിടെയോ ആണ് പെട്ടിമുടി. അവിടെ ഒരു പെട്ടിമുടി എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ലൊരു അത്യാവശ്യം ട്രക്ക് ചെയ്ത് കയറാനുള്ള ഒരു സാധനമാണ്. ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകും. അപ്പൊ ഇവിടെ നിന്നെങ്കിൽ നമുക്ക് വേഗം സമയം കളയാതെ കയറാം. ഇപ്പോ നമ്മുടെ തേനി വഴി ബോധിനായകന്നൂര് വഴി കൊടൈക്കനാല് കാണിക്കുന്നത് 198 കിലോമീറ്റേഴ്സ് ആണ്, 5 മണിക്കൂർ. അപ്പൊ ഞങ്ങൾക്കൊക്കെ പോകാന് എന്താലേ. മൂന്നാറ് ഡീവിയേഷൻ കഴിഞ്ഞു. ആ വ്യൂ ഒക്കെ കണ്ടോ, സൂപ്പർ അല്ലേ. നമ്മുടെ പട്ടോടയിലൊക്കെ കാണുന്ന പോലെ കൊറേ വീടുകള് അടുപ്പിച്ച് കാരണം അതൊക്കെയാണ് തോന്നുന്നുണ്ടോ. അത്
ആ മറ്റേ ആ ഭാരത് പെട്രോളിയം, നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ പോകണ വഴിക്കുള്ള ഭാരത് പെട്രോളിയം ആണ്. കൊള്ളാം, നിങ്ങൾ എൻജോയ് ചെയ്യുക. എന്ത് ഭംഗിയുള്ള റൂട്ടാണുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്യാപ്പ് റോഡ് തന്നത്. ഒരു ഹിമാലയങ്ങൾ പോയിട്ടുണ്ട്. ഒരു കോട്ടേജ് ഉണ്ടോ, ഒരു ബ്രിട്ടീഷ് കോട്ടേജ് പോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു കോട്ടേജ് അല്ലേ. എന്താ മഞ്ഞപ്പൂക്കളും ചുറ്റും മലനിരകളും ആ അസികാരണ സ്വപ്നം അറിയില്ല, നീലാകാശം പച്ചക്കറി ചുവന്ന ഭൂമിയില് അതേമാരില്ലേ. ചുറ്റും മഞ്ഞപ്പൂക്കളല്ലെങ്കിൽ ചുറ്റും തേയിലത്തോട്ടങ്ങളും. എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ നമ്മൾ കയറി പോകാം. നോക്കി കാഴ്ച നോക്കി, ഇത് ഭംഗിയാ നോക്കി. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ദേവികുളം ടോൾ പ്ലാസ. ദേവികുളം ടോൾ പ്ലാസയാണ് കാണുന്നത്. ഒരു പിക്ക് എടുക്കാം നമുക്ക്. നമുക്കിനി സമയം വേസ്റ്റ് ചെയ്യാനില്ല ഗൈസ്, നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഫോട്ടോ എടുക്കലൊക്കെ പിന്നെ എങ്ങനെയാലും അവിടെ എത്തണം. ആ മൂഡിലാണ് ഇപ്പൊ എന്റെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ടെന്റ് ആണ് പറഞ്ഞേക്കണേ. ഈ ടെന്റ് ഇല്ല ഓടി കിട്ടുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. ആലോചിച്ച് നോക്കി, കൂടമഞ്ഞും കൊണ്ട് റോട്ടിൽ കിടക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ നോക്കി, സ്വർഗമാണോ പഠിച്ചോൻ സൂക്ഷിച്ചാണ്.
കഴിവ് നോക്കണേ, ഈ ദൈവത്തിന്റെ ഒരു കഴിവ് നോക്കണേ. ഇത്രയും അടിപൊളിയായിട്ട് ഭൂമി സൃഷ്ടിച്ചു വെച്ചിട്ടേ നമ്മളിതൊന്നും കാണാതെ ദൈവത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ല ദൈവം ചോദിക്കും, ഈ ഭക്ഷണം ചോദിക്കും, നീ എന്തിനാ പഴയ ഇതൊക്കെ കളഞ്ഞ് ഇതൊന്നും കാണാതെ നീക്കൊരു ഇൻഫിനിറ്റി ലൂപ്പിൽ പണിയെടുക്കുക, ജീവിക്കുക, മക്കള് പിള്ളേരുണ്ടാക്കുക, ഈ ഒരു ഇൻഫിനിറ്റി ലൂപ്പിൽ പെട്ട് ഒന്നും വേണ്ടാന്നല്ല, ഈ ഒരു ഇൻഫിനിറ്റി ലൂപ്പിൽ പെട്ട് ജീവിച്ചിട്ട് ഇതെല്ലാം ഇത്രയും നല്ല കാഴ്ചകളൊന്നും കാണാതെ നീ എന്തിനാണ് പഴയ വന്നേന്ന് ചോദിക്കും. നമുക്കിത് ഇവിടെ നിർത്താം. നേരത്തെ ഇതേമാതിരി നിർത്തിയൊരു വീഡിയോ എടുത്തപ്പോഴാണ് നമ്മുടെ ഇത് പോയത്. എന്തായാലും വിയാരകം തന്നെ. ഇതിൽ ഒരു അരുവിയൊക്കെ ഒഴുകണുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ഈ റോഡ് പോയേക്കണ നോക്കി, ഇത് സീനിക് റൂട്ടാണല്ലേ. മനുഷ്യന് ഇതിൽ കൂടെ റോഡ് പണിതെന്ന് തന്നെ ഒരു അത്ഭുതമാണ്. നമുക്ക് ലെറ്റ്സ് ഗോ. താണ്ടാൻ ഇനി ദൂരമേറെ. അപ്പൊ നമുക്ക് ദൂരങ്ങൾ താണ്ടാം. കണ്ടോ എനിക്കെന്തോ ബീച്ച് വൈബിനെക്കാട്ടി കുറച്ചും കൂടി എനിക്കിഷ്ടം മൗണ്ടൻസ് തന്നെയാണ് കേട്ടോ. മൗണ്ടൻസ് എനിക്ക് തരുന്ന ഒരു കിക്ക് വേറെ തന്നെ, ഇതുവരെ എനിക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. ആ ഒരു കിക്ക് മൗണ്ടൻസ് തരുന്നൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ എഗ്രി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. പിന്നെ ഈ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ അവതരണ ശൈലി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ മണിയുടെ ഐക്കണങ്ങൾ മണിമുഴക്കം അങ്ങോട്ട് ഓണാക്കിയില്ല. നോട്ടിഫിക്കേഷൻസ് എൻ്റെ അടുത്ത എല്ലാ ഫ്യൂച്ചർ റൈറ്റ്സിന്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്തായിരിക്കും ഞാൻ ആദ്യം ഇങ്ങോട്ടേക്കാണ് അടുത്ത റൈഡ് എന്നുള്ളതും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണത് അതിനകത്തായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത് ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏഹോ കണ്ടു മലനിര, ഓഹോ കണ്ടു താവര, ആ പാട്ടാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നത്. മലനിരകള്, താഴ്വരകള്, മാമല കണ്ട്, ചോല കണ്ട്, ഇലകൾ കണ്ട്, കായ്കളും കണ്ട്. റൈറ്റ് സൈഡിലും മല, ലെഫ്റ്റ് സൈഡിലും മല, എല്ലായിടത്തും മല. പേടിയിട്ടാണ് ഷോട്ട് എടുക്കണത്. കുറേ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പെട്ട്. നിർത്താൻ സമയമില്ലാട്ടാണ് കേട്ടോ ഗൈസ്. നിർത്താൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രവേശനം സ്ഥലം. ആടിപ്പൊടി ആ കാട്ടാന വരുന്ന സ്ഥലം ഉണ്ടാ. ഇവരിലിപ്പോ 3 വട്ടമായിട്ടുണ്ട്. അവിടെ എത്തും പ്രതീക്ഷിക്കുന്നു. കണ്ടോ
എന്താ വ്യൂ. പക്ഷെ ഇത്ര ഭംഗിയിൽ ഭൂമി സൃഷ്ടിച്ചിട്ട് ഇതൊക്കെ കാണാതെ പോയിക്കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയല്ലേ, നഷ്ടം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഇൻഫിനിറ്റിലായിട്ടുള്ള നിങ്ങളുടെ ആ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യണ ആ ഒരു ലൂപ്പിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കോ ഫാമിലിയുടെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ കൂടെ ആ ലൂപ്പിന് ബ്രേക്ക് ചെയ്യാൻ ഒരു റിലാക്സേഷന് വേണ്ടി പിന്നെ ട്രാവൽ ചെയ്യുക. നിങ്ങൾ റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും റിലാക്സ്ഡ് ആവും. അതിലും നല്ലൊരു ഫീലിംഗ് പവർ ഇല്ല ഈ നേച്ചറിനും ഈ ഭൂമിക്കും നമ്മുടെ സറൗണ്ടിങ്സിനും നമ്മുടെ ഭൂമിക്കും നമ്മൾ കണ്ടുപിട്ടുന്ന ആളുകൾക്കും തരാൻ കഴിയുന്ന അത്രയും ഹീലിംഗ് പവർ വേറെ ഒന്നിനുമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെടുകയാണ്, അതായത് അധികം ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് വാഹനത്തിന് എന്തിനും പറ്റിയിട്ട് നിങ്ങൾ പെട്ടുപോയാണ്. നിങ്ങൾക്ക് അവിടെ 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നുമില്ല, ആകെയുള്ളൊരു സാധാരണ ഒരു തട്ടുകടയാന്ന് വിചാരിക്കുക. അത് തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ UP പോലത്തെ ഒരു സ്ഥലം. അവിടെ നിങ്ങൾക്ക് വേറെ കഴിക്കാനൊന്നും കിട്ടില്ല, ജസ്റ്റ് ധാബ ഫുഡ് ആ ഒരു രീതിയിൽ. വലിയ വൃത്തി മേനയൊന്നുമില്ല, ആവശ്യത്തിനുള്ള വൃത്തി ആ ഒരു രീതി. നിങ്ങളിപ്പോ പൊതുവെ നിങ്ങളെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആവുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും സാധാരണ. ഇത് നോക്കിക്കേ, ബ്യൂട്ടിഫുൾ. സോ ഗൈസ്, നമ്മള് ഒഫീഷ്യലി തമിഴ്നാട് കയറിയേക്കാണ്. ഇപ്പൊ ബോളിനായകൻ്റെ വരെ എത്താറായി. കണ്ടോ, നമ്മളിപ്പോ ആ ഒരു ചുരം ഇറങ്ങി വന്നായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, കാരണം ക്യാമറയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഞാൻ, ബിക്കോസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ബൈക്ക് സ്റ്റാർട്ട് ആവാത്ത ആ സിറ്റുവേഷനിൽ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. മാക്സിമം ഇനിയിപ്പോ ഓൾമോസ്റ്റ് 1 or 2 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയായാലും പെട്ടെന്ന് കവർ ചെയ്യണം. നമ്മൾ പോകുന്ന കൊടൈക്കനാൽ റൂട്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മാക്സിമം നേരത്തെ എത്താൻ നോക്കണം എന്ന രീതിയിലാണ് ഞാനിപ്പോ ജെറ്റടിക്കണത്. കേട്ടാ, നിറച്ച് തെങ്ങിൻ തോപ്പുകളുണ്ടോ. എനിക്ക് ഇതാണ് തമിഴ്നാട്ടിനെ ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്, നിറച്ച് തെങ്ങിൻ തോപ്പുകള്. നമ്മൾ ഈ തമിഴ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ, ഒരുപാട് സ്ഥലങ്ങള്. കേരളത്തിന്റെ ഡബിൾ ഇരട്ടി ഉണ്ട് കേട്ടോ ശരിക്കും തമിഴ്നാട് എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ലെവൽ ക്രോസ് ആണ് ഇവിടെ. കഴുതകള് പ്രേമിക്കണണ്ട. ഇവിടെ എന്താണ് ഉദ്ദേശം? 2 ആണുങ്ങളാന്ന് തോന്നുന്നു. അയ്യേ, പ്രകൃതി വിരുദ്ധത നമ്മളോട് വെച്ചുറപ്പിക്കൂല. നമ്മള് TN Ninja ആരുടെ എക്സോസ്റ്റൊക്കെ ഉള്ള, സോറി TN Ninja അല്ല, സോറി സീനങ്ങാണ്ട്. വ്യൂ ഓഫ് തമിഴ്നാട്. ഇതാണ് തമിഴ്നാടിലെ കുറച്ച് പിള്ളേര് ക്രിക്കറ്റ് കളിക്കണ പറമ്പില്. പെട്രോൾ പമ്പ്, അണ്ണന്മാരൊക്കെ പണി കഴിഞ്ഞ് കൂട്ടിക്കയറാൻ നിൽക്കുന്നതാണ് എല്ലാവരും. ഇവിടെ ഇങ്ങനെ ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഹമ്പോള് കുറവായിരിക്കും, പക്ഷെ നല്ല അടിപൊളി റോഡായിരിക്കും. ഹമ്പോള് കിണ്ണ വ്യൂ. ഹമ്പോളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, പക്ഷെ ഇതേമാതിരി ബാരിക്കേഡ് ഉണ്ടാവും സ്പീഡ് കുറയ്ക്കാനായിട്ട്. അത് ഒരു നല്ല പരിപാടിയാണ്. തേനി ഡിസ്ട്രിക്ട് പോലീസ് ആണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഒഫീഷ്യലി തേനി ഡിസ്ട്രിക്ട് കയറി എന്നാണ് എന്റെ അർത്ഥം. തമിഴ്നാട് SRTC കൊണ്ടകിപ്പട്ടി അങ്ങനത്തെ സ്ഥലമാണ്. കൊലങ്കിപ്പട്ടി. അതെന്ത് പട്ടി? പട്ടികളുടെ ഏരിയാണോ? കൊടങ്കിപ്പട്ടി പേര് കേട്ടാ, വേറെ അർത്ഥത്തിലല്ല. കൊടങ്കിപ്പട്ടി. ഇവിടേക്ക് ആൾക്കാർ കല്യാണം കഴിക്കാൻ നേരത്ത് പോസ്റ്റ് അടിച്ചു വേണ്ട. എന്റെ പൊന്നോ, വൻ കോമഡി. കുമ്പക്കരൈ ഫാൾസ് തേനി 40 കിലോമീറ്റർ, കുമ്മിളി 61 കിലോമീറ്റർ റൈറ്റ്. ലെഫ്റ്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഫാസ്റ്റസ്റ്റ് റൂട്ട്.
പോട്ടെ. ഡിണ്ടിഗൽ 77, തിരുച്ചിറപ്പള്ളി 176, ചെന്നൈ കൊടൈക്കനാൽ 87 കിലോമീറ്റേഴ്സ്. കറക്റ്റാണ്. എന്റെ മോനെ ഫ്രീ നോക്കി നിങ്ങൾ സൺസെറ്റ് നോക്കോടെ. ലെഫ്റ്റില് സൺസെറ്റ്, സ്ട്രീറ്റ്, മലനിരകള്. തമിഴ്നാട് കൊടൈക്കനാലിലേക്കുള്ള റോട്ടിലാണ് കയറിയിരിക്കുന്നത്. ഇപ്പൊ ഞാനൊന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ നിർത്തിയാണ്. ഫുഡായിട്ട് എന്തെങ്കിലും അകത്തേക്ക് ചെല്ലണമല്ലോ. ഇപ്പൊ അവിടെ നമ്മുടെ രജനി അണ്ണന്റെ ഒരു വൻ മുതലാളി സോങ്ങുള്ള മൂവി ഇല്ലേ, അവരെല്ലാവരും അണ്ണന്മാര് വൈകുന്നേരം ചായക്കടയില് ഞാനിവിടെ അതിരുന്ന് കണ്ടോണ്ടിരിക്കണം. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലേ ഇവരുടെ വൈകുന്നേരത്തേക്കുള്ള ഒരു വൈബ്. കാലത്തൊട്ട് വൈകുന്നേരം വരെ പട്ടിയെ പോലെ പണിയെടുക്കുക. വൈകുന്നേരം ആകുമ്പോ ഒരു ചായ കുടിച്ച് വൈകുന്നേരം മറ്റേ ഏത് വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഇതേമാരെ ചായക്കടയിലോ ഒക്കെ വന്ന് TV ഒക്കെ കണ്ട് പാട്ടൊക്കെ കണ്ട് ഇങ്ങാടി ചായ കുടിച്ച് കൂട്ടുകാരുടെ അടുത്തൊപ്പം നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുക. വേറൊരു വൈബാണുള്ളത്. ഒരു കാടിന്റെ പ്രതീതി വന്നു തുടങ്ങി. നമ്മള് ചെല്ലുമ്പോ കാട്ടുപോത്ത് ഉണ്ടാവുന്ന അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മള് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു കൊടൈക്കനാലിലേക്ക് കയറുന്ന ഏതെങ്കിലും ഒരു കാറിന്റെയോ ബസ്സിന്റെയോ പുറകെ നിശയായിട്ട് പിടിക്കും. വണ്ടികളൊക്കെ റോങ് സൈഡാണല്ലോ വരുന്നത്. കൊല്ലൂരൊക്കെ കേലുവണ്ടിയാണല്ലോ. കേശവനാണല്ലോ. എറണാകുളം പരുത്തിപ്പള്ളി പാലക്കാട് പോയിക്കോട്ടെ. ഇതാണ് റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. സാധന സാമഗ്രികളൊക്കെ അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം വലിച്ചു ഇട്ടേക്കണേ. പിന്നെ അതെ ക്യാമറയുടെ ആക്സസറീസ്. സോ ഞാൻ ഫൈനലി ഇവിടെ റൂമിലെത്തി. കൊടൈക്കനാൽ തന്നെ റൂമിൽ ഞാൻ ബുക്ക് ചെയ്തു. ആദ്യം ഞാൻ പ്ലാൻ ഇട്ടിരുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാനായിരുന്നു. പൂണ്ടിയിൽ ഒരു ടെൻറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ടെൻറ്റ് ബുക്ക് ചെയ്യുന്നതല്ല, വിളിച്ച് പറഞ്ഞിരുന്നു. അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് ഞാൻ അത്യാവശ്യം നല്ലോണം ലേറ്റായി. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടായിരുന്നായിരിക്കുമല്ലോ, ബൈക്ക് ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയി. പരിപാടി കഴിഞ്ഞ് ഈവനിങ് 3:30 ഓൾമോസ്റ്റ് ആയപ്പോഴാണ് റൈഡ് റീസ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം കുറേ വീഡിയോസൊക്കെ എടുത്ത് കൊടൈക്കനാൽ എത്തിയപ്പോഴത്തേക്കും സമയം ഒരു 8:30 ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു 8:30 ടൈം ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ സ്റ്റേ പറഞ്ഞിരുന്ന ആൾക്കാർ അവർ പറഞ്ഞത് പൂണ്ടി റീച്ച് ചെയ്യുമ്പോൾ വിളിക്കാനാണ്. പൂണ്ടി റീച്ച് ചെയ്യാനായിട്ട് പൂണ്ടി ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 44 കിലോമീറ്റർ കൊടൈക്കനാലിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പൂണ്ടിയിലേക്ക് റൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ റിസ്ക്കാണ്. നല്ല തണുപ്പായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊടൈക്കനാൽ. ഇതിനും വലിയ തണുപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ തണുപ്പ് ഇച്ചിരി സീനായിപ്പോയി. ഞാനിട്ട ലേയേഴ്സൊന്നും അത്ര പോരായിരുന്നു, ജാക്കറ്റൊന്നും. അപ്പോൾ ആ പ്ലാൻ ഡ്രോപ്പ് ഇട്ടു.
കാരണം ഈ ടൈമിൽ പൂണ്ടിയിലേക്ക് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 44 കിലോമീറ്റേഴ്സ് ഒന്നും പോസിബിൾ അല്ല. ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ടൈമിൽ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന ടൈമാണല്ലോ. പോരാത്തതിന് കാട്ടി എന്തായാലും ഉണ്ടാവും. കാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈസൺ, ഗ്രേറ്റ് ഇന്ത്യൻ ബൈസൺ എന്ന് പറയാറില്ലേ, കാട്ടുപോത്ത് എന്ന് പറയുന്നത്, ആ സാധനം. ചിലയിടത്ത് കാട്ടി എന്ന് പറയും, ചിലവർ കാട്ടുപോത്ത് എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷ് നാമപ്രകാരം അത് ഗ്രേറ്റ് ഇന്ത്യൻ ബൈസണാണ്, അങ്ങനെ അറിയപ്പെടുന്നത്. സോ അപ്പോൾ അത് റോട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അഗ്രസീവായ കാരണം വണ്ടി ഇടിച്ച് അപ്പുറത്ത് പറഞ്ഞ കാരണം ഞാൻ ആ റിസ്ക് എടുത്തില്ല, നേരെ റൂം ബുക്ക് ചെയ്തു. ഇതിവിടെ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഓഫർ കിട്ടി. എനിക്കൊരു 608 റുപ്പീസിന് എനിക്ക് ഓൾമോസ്റ്റ് 1200 റൂം എനിക്ക് കിട്ടി. സോ ഇന്ന് ചെക്ക് ഇൻ ചെയ്തു. നാളെ മോർണിംഗ് 11 o'clock ചെക്ക് ഔട്ടാണ്. ഇന്നത്തെ അപ്പോൾ വ്ളോഗ് Day 1 ഞാനിവിടെ എൻ്റെ ആണ്. സോ ബൈ.